ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിത അനിൽ. ഇവിടെ ഇത്തിരി നേരം എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുനാഫ ചോക്ലേറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കാണാം. കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ആദ്യം വേണ്ടത് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോൾഡാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 3 ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. 250 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ്, ബട്ടർ, കണ്ടൻസ്ഡ് മിൽക്ക്, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്, വൈറ്റ് ചോക്ലേറ്റ്, പിസ്ത, കുനാഫ ഡോ. ഇവിടെ ഞാൻ ഹോം മെയ്ഡ് ആയിട്ടാണ് കുനാഫ ഡോ ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ പിസ്ത നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പിസ്ത ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നത് കുനാഫ ഡോ ബട്ടറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുനാഫ ഡോ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുനാഫ ഡോ ഇവിടെ നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ കുനാഫ ഡോ നമ്മുടെ പിസ്ത മിക്സിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുനാഫ ഡോയും പിസ്ത മിക്സും ഒക്കെ ഇവിടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചോക്ലേറ്റിനകത്തെ ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതുപോലെ ഇത് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി എടുത്തു വെച്ചിട്ടുള്ള ഈ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റിൻ്റെ പുറത്ത് ഡിസൈൻ കൊടുക്കാനാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിലും ഓരോ കളർ വീതം ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ യെല്ലോയും ഗ്രീനുമാണ് ആഡ് ചെയ്യുന്നത്. ആദ്യത്തെ ബൗളിൽ നമുക്ക് യെല്ലോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ബൗളിൽ നമുക്ക് ഗ്രീൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. യെല്ലോ ഇവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഗ്രീനും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒരു ഡിസൈൻ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. ഗ്രീൻ ഇവിടെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് യെല്ലോയും കൂടെ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. യെല്ലോയും ഗ്രീനും ഇവിടെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ സമയം നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് സെറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 250 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും 3 ഡയറി മിൽക്കും 1 ടേബിൾ സ്പൂൺ ഓയിലുമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വേണം മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാനിവിടെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആവട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഇവിടെ നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
ഇനി ഇത് നമുക്ക് ആ മോൾഡിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചോക്ലേറ്റ് നമ്മൾ ഇട്ടതിന് ശേഷം ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഷേപ്പിൽ നമുക്കതൊന്ന് സെറ്റായി വരും. അപ്പം ഞാൻ ചോക്ലേറ്റ് ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് നല്ലതുപോലെ ഇവിടെ സ്പ്രെഡായി. ഇനി എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഒരു അരമണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ നമ്മൾ വെച്ച ആ ലെയർ ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് കുനാഫ പിസ്ത ഫില്ലിങ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ നമ്മൾ ബാക്കിൽ അതിൽ ഒഴിച്ചതുപോലെ ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലും നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ടാപ്പ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത ശേഷം ഇത് തണുപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നല്ല തണുത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കുനാഫ ചോക്ലേറ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ ആ വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചതാണ് ഈ ഡിസൈൻ ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ഒരു ചോക്ലേറ്റും കൂടെ ഉണ്ടാക്കിയെടുക്കാം. കാരണം നമ്മുടെ കുനാഫ പിസ്ത മിക്സ് ബാലൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. മോൾഡിലേക്ക് ഞാൻ ആദ്യത്തെ ചോക്ലേറ്റ് ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ലെയർ ഞാനിവിടെ ചോക്ലേറ്റ് ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണ്. തണുത്ത ഈ ചോക്ലേറ്റിൻ്റെ ഫസ്റ്റ് ലെയറിനകത്തേക്ക് നമ്മൾ വീണ്ടും ഫില്ലിങ്സ് വയ്ക്കുന്നു. വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നു. വീണ്ടും നമ്മളിതിനെ തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോക്ലേറ്റും ഇവിടെ നല്ലതുപോലെ തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്യാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ബാക്കിലല്ല വൈറ്റ് ചോക്ലേറ്റ് ഡിസൈൻ കൊടുത്ത് ഫ്രണ്ടിലാണ്. നമ്മുടെ രണ്ട് ചോക്ലേറ്റും ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ്. ഒരു ചോക്ലേറ്റ് ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. ഇത് കണ്ടില്ലേ, അതിൻ്റെ ഫില്ലിങ്സ് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.